നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ മെയിൻസ് എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ആവറേജ് എക്സാമിനേഷൻ ആയിരുന്നു. ഇതിന്റെ കട്ട് ഓഫ് ആയിട്ട് തൊഴിൽ വീതി പറയുന്നത് 65 മുതൽ 73 വരെ മാർക്കാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷ നിലവാരമുള്ള പരീക്ഷ ആയിരുന്നു. 30-ലധികവും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പരീക്ഷയിൽ ചോദിച്ചത് അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും ഗണിതവും ലളിതമായപ്പോഴത്തേക്കും എക്കണോമിക്സും ഭരണഘടനയൊക്കെ കുറച്ച് ടഫായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചരിത്രവും ഭൂമിശാസ്ത്രവും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലൂടെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സയൻസ് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളല്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും കാര്യമായി പരീക്ഷിക്കുന്നതായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന LDC പരീക്ഷയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ ഖാദി ബോർഡ് LDCയുടെ മെയിൻസ് എക്സാമിനേഷൻ എന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഖാദി ബോർഡ് LDC എക്സാമിനേഷനിൽ അറ്റൻഡ് ചെയ്തവരുടെ ഒരു ഇതും പറയുന്നുണ്ട്. ഖാദി ബോർഡ് LDC എഴുതിയത് 82% ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ് ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ അർഹതാ ലിസ്റ്റുകൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൻസ് ലിസ്റ്റിന്റെ എക്സാമിനേഷൻ ഡേറ്റുകളും അതുപോലെ തന്നെ മെയിൻസിന്റെ ലിസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ഓപ്പൺ മാർക്കറ്റിന്റെ എക്സാമിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് 22,000 പേരാണ്. കട്ട് ഓഫ് 44 മാർക്കായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, മിനിസ്റ്റീരിയൽ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ മിനിസ്റ്റീരിയലിന്റെ കട്ട് ഓഫ് വരുന്നത് 0 മാർക്കാണ്. എന്ന് പറയുമ്പോഴത്തേക്കും 148 പേര് പരീക്ഷ എഴുതിയ 148 പേര് നമ്മുടെ ലിസ്റ്റിനകത്ത് വരുന്ന രീതിയിൽ കട്ട് ഓഫ് 0 ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കോൺസ്റ്റാബുലറിക്കകത്ത് കട്ട് ഓഫ് 32 മാർക്കായിരുന്നു. ആംഡ് പോലീസിന്റെ കട്ട് ഓഫ് 36 ആയിരുന്നു. അതുപോലെ തന്നെ ആംഡ് പോലീസ് കോൺസ്റ്റാബുലറിന്റെ കട്ട് ഓഫ് 28 ആയിരുന്നു. അസിസ്റ്റന്റ് മാനേജറിന്റെ കട്ട് ഓഫ് കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ 45 ആയിരുന്നു കട്ട് ഓഫ്. അതുപോലെ തന്നെ കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ അതിന്റെ 1.20 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. തദ്ദേശ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ കട്ട് ഓഫ് 50 ആയിരുന്നു, 49.72. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസറുടെ കട്ട് ഓഫ് 48.54 ആണ്. മാർക്കറ്റിംഗ് ഓർഗനൈസർ സൊസൈറ്റി കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗിന്റെ 10 ആയിരുന്നു കട്ട് ഓഫ്. എക്സൈസ് ഇൻസ്പെക്ടറുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 50 ആയിരുന്നു. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ഈ പറയുന്ന ഡിഗ്രി ലെവലിന്റെ കട്ട് ഓഫുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളായിട്ടല്ല, ഇതിന്റെ മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ് ഇൻസ്പെക്ടറിന്റെ ഈ പറയുന്ന കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കിന്റെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കും സൈക്കോളജിയാണ്. അപ്പൊ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് 9961116927 എന്ന് പറയുന്ന നമ്പറിലേക്ക് 799 രൂപ അടച്ച ശേഷം ആ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക, ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മുന്നേ പ്രൊവൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തിരുന്ന നോട്ട്സും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ ഓപ്പൺ മാർക്കറ്റ് ആയാലും അതുപോലെ തന്നെ ആംഡ് ആയാലും കിട്ടിയവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഫോഴ്സ് 2025 എന്ന് പറയുന്ന പേരിൽ നമ്മൾ 2025 നടക്കാനായിട്ട് പോകുന്ന പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും ഈ 4ന്റെയും ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസും മോഡൽ എക്സാംസും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെയാണ് വരുന്നത്. അപ്പോൾ ഈ 2025 ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പേയ്മെന്റ് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യേണ്ട നമ്പരും സെയിം നമ്പർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുണ്ട്, 9961169272. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഫോഴ്സ് 2025 ക്ലാസ്സുകൾ, നമ്മുടെ കോഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7-ാം തീയതി മുതലാണ്. അപ്പൊ എന്തായാലും അതിനു മുന്നേ തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ 13 ജില്ലകളിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് ആയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഓരോ ജില്ലയുടെയും മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരും അതുപോലെ കട്ട് ഓഫ് മാർക്കും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ LDCയുടെ 1 വർഷം കൂടി മാത്രമേ കഴിഞ്ഞ ലിസ്റ്റിന്റെ കാലാവധിയുള്ളൂ. നിയമനം 32% പേരുടെ മാത്രമാണ് നിയമനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്നത് 7,488 പേർക്കാണ്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 12,000 ആയിരുന്നു. അപ്പൊ എന്തായാലും ഇത്തവണത്തെ LDC അല്ലെങ്കിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന LDC എന്ന് പറയുന്നത് കുറച്ചും കൂടി നിയമനങ്ങൾ വരുന്നതാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ LDC നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിനകത്ത് തിരുവനന്തപുരത്തേക്ക് 847 പോയിട്ടുണ്ട്. ഇത്തവണ LDC പറയുന്നത് 1000-വും 1500-യും ഇടയിലാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നല്ല വേക്കൻസി ഉണ്ടാവും. നല്ലപോലെ പഠിക്കുക കേട്ടോ. ഇനി എക്സാം ഉള്ളവർ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ LDC തിരുവനന്തപുരം 3 ജില്ലകളിൽ പകുതി പേര് പോലും പരീക്ഷ എഴുതിയില്ല. എങ്ങനെ പകുതി പേര് പരീക്ഷ എഴുതും? നിങ്ങൾ കാണിച്ച അത്രയും വലിയ ചീത്താണ് നിങ്ങൾ തിരുവനന്തപുരം ജില്ലക്കാരടുത്തും ഇപ്പൊ PSC ഉദ്യോഗാർത്ഥികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മഴയിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും നിങ്ങൾ ഈ പറയുന്ന എക്സാം സെന്റർ കൊണ്ട് വെച്ചത് ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയത്തും ഒക്കെയാണ് കൊണ്ട് വെച്ചത്. എത്ര ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. പിള്ളേരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കാര്യം ഇത്രയും പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും മണ്ണിടിച്ചിലും എത്രയോ പേര് ഈ പറയുന്ന ഒഴുക്കിലും അതിലൊക്കെ പെട്ട് പോകുന്നുണ്ട്. നിങ്ങൾ പിള്ളേരെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്ന LDC എക്സാമിനേഷൻ ആ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്താണ് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം അത്രയും വൃത്തികേടാണ് ചെയ്തു വെച്ചത്. എന്നിട്ട് ഈ പറയുന്ന പകുതി പേര് പോലും പരീക്ഷ എഴുതിയില്ല എന്ന് പരാതിയൊന്നും പറയാൻ നിന്നാൽ അതൊന്നും വില പോകുന്ന കാര്യമല്ല. അടുത്ത കാര്യം പറയാനുള്ളത് 4 പരീക്ഷകളിലേക്ക് ഒഴിവാക്കിയത് 26 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഈ പറയുന്ന കണക്കിന് മറ്റൊരു പ്രശ്നമാണ്. കാര്യം പരീക്ഷ 100 ചോദ്യം നടത്തുമ്പോഴത്തേക്കും അതിനകത്ത് 1-2 ചോദ്യങ്ങളൊക്കെ ക്യാൻസൽ ആയിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാവും. അല്ലാതെ ഈ പറയുന്ന കണക്കിന് 11 ചോദ്യവും 8 ചോദ്യവും ഒക്കെ ഈ പറയുന്ന ഒഴിവാക്കി പോയാൽ ഈ പറയുന്ന ഒഴിവാക്കുന്ന മിക്കതും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ 3ാമത്തെ ഫേസുകാര് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യനും ക്യാൻസൽ ആണ്. അപ്പൊ 10 ക്വസ്റ്റ്യനും വെച്ചുകൊണ്ടിരുന്നതിന്റെ കാര്യം ഒന്ന് ആലോചിക്കുക. മിനിമം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അതിന്റെ പേരിൽ പൊക്കാണ് അല്ലേ? അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാർമസിസ്റ്റിന്റെ നിന്ന് 11 ചോദ്യങ്ങൾ ഒഴിവാക്കി, വനിതാ CPO നിന്ന് 5 ചോദ്യം ഒഴിവാക്കി, റിസർച്ച് അസിസ്റ്റന്റിൽ നിന്ന് 8 ചോദ്യം ഒഴിവാക്കി, ഓഫീസ് അറ്റൻഡന്റിൽ നിന്ന് 2 ചോദ്യം ഒഴിവാക്കിയോ? നല്ല രീതിയിൽ തന്നെ ഒഴിവാക്കിയോ? അടുത്ത് പറയാനുള്ളത് നമ്മുടെ 44 തസ്തികയിലേക്കുള്ള PSC വിജ്ഞാപനം വരുന്നുണ്ട്. അതുപോലെ തന്നെ മൗണ്ടഡ് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള 8 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ PSC അഡ്വൈസർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് LDC തൃശ്ശൂര്, LDC കണ്ണൂര്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, LGS കാസർഗോഡ്, LGS എറണാകുളത്തിന്റെയൊക്കെ അഡ്വൈസ് അപ്ഡേറ്റുകൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടാകുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ കോഴ്സ് നടക്കുന്നുണ്ട്. മെയിൻസ് കോഴ്സാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ക്ലാസ് നമ്മുടെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് 2022-2025 ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. 7-ാം തീയതി മുതൽ നിങ്ങൾക്ക് ഇതിന്റെ മെറ്റീരിയൽസും ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.